ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, സഹപ്രവർത്തകരെ, എൻ്റെ കുഞ്ഞുമക്കളെ, നമ്മൾ ഇന്നിവിടെ കൂടിയിരിക്കുന്നത് അവിസ്മരണീയമായ ഒരു നേട്ടത്തിന് സാക്ഷ്യം വഹിക്കുവാനാണ്. പക്ഷേ അതിനു മുമ്പ് കുറച്ച് വാക്കുകൾ. നേട്ടങ്ങൾ പോലെ തന്നെ തോൽവികളും ജീവിതത്തിൻ്റെ വലിയ ഭാഗമാണ്. വിജയത്തെ എങ്ങനെ ഉൾക്കൊള്ളണമെന്ന് നാം ഓരോരുത്തർക്കും അറിയാം. എന്നാൽ തോൽവികളോ? വേറെ ഒന്നും നോക്കാനില്ല. ഇനി ചെനക്കേടാരും മാത്രം നോക്കിയാൽ മതി. അത്രേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. അമ്മേ, ഇയാള് വീണ്ടും വന്നു. എനിക്ക് ആ പാരസെറ്റമോളും കപ്സിറപ്പും തരുമോ? എടാ വിഷ്ണു, താനിത് കുറയാലോ ഡോക്ടർ കുറിപ്പില്ലാണ്ട് മരുന്നൊന്നും വാങ്ങിക്കണേ. തനിക്ക് ചുമ തുടങ്ങിയിട്ട് ഇപ്പോൾ എത്ര നാളായി? കുറേ നാളായില്ലേ? സമയമില്ലാത്തോണ്ട് ഏട്ടാ, തൽക്കാലം എന്തെത്താ. ഇനി ഡോക്ടർ കുറിപ്പിടിയിലാണ്, ഞാൻ മരുന്നില്ല കേട്ടാ. ഓക്കെ ആണോന്നോ? ഇവള് കസറിയില്ലേ? കലാത്തിലേക്ക് കുറഞ്ഞോന്നും നമ്മൾ ഇവളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നില്ല. എല്ലാം ടീച്ചറിന്റെ സപ്പോർട്ട് ഉള്ളതുകൊണ്ടാ. ഇല്ലെങ്കിൽ മോളുടെ കഴിവൊന്നും ഞങ്ങൾ അറിയില്ലായിരുന്നു. അങ്ങനെയൊന്നുമില്ല സുജി, നിങ്ങൾ ശരിക്കും ഭാഗ്യം ചെയ്ത അമ്മയാണ്. ഇവൾ മിടുക്കിയല്ലേ? കൺമണി എവിടെ? സ്കൂളിലേക്ക് പോയി. സ്കൂളോ? അവൾക്കൊന്ന് കലോത്സവം ഇല്ലേ? ആ ചിന്ത ഉണ്ടായിരുന്നല്ലേ? ഭാഗ്യം. വിഷ്ണുവിന്റെ ചായ എടുക്കട്ടെ? നീ അത് ചോദിച്ചതിന് ഉത്തരം പറ. അതെങ്ങനാ മോൾ എത്ര തവണ പറഞ്ഞു ഡോക്ടർ ചെന്ന് കാണാന്? അപ്പൊ കേട്ടില്ലല്ലോ, കാണില്ല എന്നുള്ള വാശി. അച്ഛന്റെ അസുഖം മാറാതെ ഇനി ഒരു കലോത്സവത്തിനും ഇല്ലാന്നും പറഞ്ഞു മോള് നേരെ സ്കൂളിലേക്ക് പോയിട്ടുണ്ട്. അതെങ്ങനെയാ? അച്ഛൻ്റെ അല്ലേ മോള്, അതേ വാശി ഉണ്ടാവുമല്ലോ. കുറവുണ്ട് സുജി, റെസ്റ്റ് എടുത്താൽ മാറിക്കോളൂ. നിങ്ങൾ നന്നാവില്ല മനുഷ്യ. നിങ്ങളുടെ പിടിവാശിൽ ഇല്ലാതായിട്ട് നമ്മുടെ മോളുടെ സ്വപ്നങ്ങളാണ്, അത് മറക്കണ്ട. ചിരാത് എന്നാൽ എറണാകുളം ജില്ലാ ആരോഗ്യ വകുപ്പും പൊതുവിദ്യാഭ്യാസ വകുപ്പും കുട്ടികളിൽ ക്ഷയരോഗ ബോധവൽക്കരണത്തിനായി നടത്തുന്ന ഒരു ബോധവൽക്കരണ പരിപാടിയാണ്. ശരീരഭാരം കുറയുക, ഇതൊക്കെയാണ് TBയുടെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ. മനസ്സിലായോ? രണ്ടാമത്തെ ലക്ഷണം രാത്രികാലങ്ങളിൽ ഉണ്ടാകുന്ന പനി, ശരീരം വിയർക്കുകയും ചെയ്യും. അടുത്ത ലക്ഷണം എന്താണ്? വിശപ്പ് കുറയും. വിശപ്പ് കുറയുമ്പോൾ ശരീരത്തിന്റെ ഭാരം കുറയും. ഈ 4 ലക്ഷണങ്ങളാണ് ക്ഷയരോഗികളിൽ പ്രധാനമായും കാണുന്നത്. മനസ്സിലായോ? കൺമണി എന്താ ഇവിടെ? ഒന്ന് കലോത്സവത്തിന് പോയില്ലേ? എന്ത് പറ്റി കൺമണി? ടീച്ചറോട് പറ. എൻ്റെ അച്ഛന് കുറച്ച് ദിവസമായി തീരെ സുഖമില്ല. പനിയും ചുമയും ശ്വാസം മുട്ടലും ഒക്കെയാണ്.
ഡോക്ടറെ കാണിക്കാൻ പറഞ്ഞിട്ട് അച്ഛൻ കൂട്ടാക്കുന്നില്ല ടീച്ചറെ. ഞാൻ എന്താ ചെയ്യണ്ട? മോള് വിഷമിക്കണ്ട. എൻ്റെ അച്ഛൻ വല്ലാണ്ട് ക്ഷീണിച്ചപ്പോയി ടീച്ചർ. മോളെ വിഷമിക്കല്ലേ, അച്ഛൻ്റെ അടുത്തൊന്ന് പറയാം, ടീച്ചർ സംസാരിക്കാം കേട്ടോ. ഇപ്പൊ എങ്ങനെയുണ്ട് വിഷ്ണു? കുറവുണ്ട് ടീച്ചർ, മാറിക്കോളൂ. എത്ര നിസ്സാരമായിട്ടാ വിഷ്ണു നിങ്ങൾ ഈ പറയുന്നത്? ഇതിപ്പോ കൺമണി പറഞ്ഞുകൊണ്ടല്ലേ ഞങ്ങൾ അറിഞ്ഞത്. നിങ്ങൾ കുറച്ചുകൂടെ ശ്രദ്ധിക്കണം വിഷ്ണു. ഒരുപക്ഷെ TV ആണെങ്കിലോ നിങ്ങൾക്ക്? ക്ഷയരോഗം, അതിനൊക്കെ ഒരുപാട് പൈസയാവില്ലേ? അതൊക്കെ നിന്റെ തോന്നലാ വിഷ്ണു. ക്ഷയരോഗത്തിനുള്ള ചികിത്സ എല്ലാ സർക്കാർ ആശുപത്രികളിലും തിരഞ്ഞെടുക്കപ്പെട്ട പ്രൈവറ്റ് ആശുപത്രികളിലും സൗജന്യമാണ് വിഷ്ണു. കൂടാതെ ടെസ്റ്റുകളായ AFP, NAT, എക്സ്റേ ഇതെല്ലാം ഫ്രീയാ. ക്ഷയരോഗം നിങ്ങളിൽ നിന്ന് ആർക്കും പകരാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചെയ്യുന്നത് വലിയ തെറ്റല്ലേ വിഷ്ണു? അതെ, ഒന്നുമില്ലെങ്കിലും സുജിയെക്കുറിച്ചും കൺമണിയെക്കുറിച്ചും നിങ്ങൾക്കൊന്ന് ചിന്തിച്ചുകൂടെ? എന്താ പേര്? വിഷ്ണു. എത്ര വയസ്സുണ്ട്? 37. എത്ര ദിവസമായി തുടങ്ങിയിട്ട്? 2 ആഴ്ച കൂടുതൽ. തിരിഞ്ഞിരുന്നു. വിഷ്ണുവിൻ്റെ ലക്ഷണങ്ങളൊക്കെ വെച്ചിട്ട് ക്ഷയരോഗമാണോ എന്നുള്ള സംശയമുണ്ട്. ഞാൻ ഈ എഴുതുന്ന ടെസ്റ്റൊക്കെ ചെയ്തിട്ട് 2 ദിവസത്തിനുള്ളിൽ റിസൾട്ടുമായിട്ട് വരണം. കഫ പരിശോധനയ്ക്കുള്ള ബോട്ടിൽ നമ്മുടെ ലാബിൽ നിന്ന് തന്നെ മേടിക്കുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കഫത്തിനുള്ള സാമ്പിൾ വെളുപ്പിനുള്ളത് തന്നെ എടുത്തു കൊടുക്കണം കേട്ടോ. ശരി ഡോക്ടർ. നോക്കട്ടെ കേട്ടോ വിഷ്ണു. സംശയിച്ചതുപോലെ ആണല്ലോടോ. റിസൾട്ട് പോസിറ്റീവ് ആണ് കേട്ടോ. പേടിക്കാനായിട്ടൊന്നുമില്ല കേട്ടോ. മരുന്ന് കൃത്യമായിട്ട് ഒരു 6 മാസം മുടങ്ങാതെ കഴിക്കണം. മരുന്നിനോടൊപ്പം തന്നെ നല്ല പോഷകാഹാരങ്ങളും കൂടെ കഴിക്കണം കേട്ടോ. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഭാര്യയ്ക്കും മകൾക്കും ക്ഷയരോഗത്തിൻ്റെ അണുബാധ ഇല്ല എന്നുള്ള ഉറപ്പ് വരുത്തണം കേട്ടോ. അതിനായി ഇഗ്ര എന്ന് പറയുന്ന രക്തപരിശോധന നടത്തുക. അതിൻ്റെ റിസൾട്ട് 2 ദിവസത്തിനുള്ളിൽ തന്നെ കൊണ്ടുവന്ന് കാണിക്കണം. നോക്കട്ടെ കേട്ടോ. രണ്ടുപേർക്കും റിസൾട്ട് പോസിറ്റീവാണ്. ഇഗ്ര പോസിറ്റീവാണ്. പേടിക്കാനായിട്ടൊന്നുമില്ല. അണുബാധ ഉണ്ടെന്നേ ഉള്ളൂ, അസുഖമില്ല. അസുഖമല്ല? ഇല്ല. അപ്പോൾ രണ്ടുപേരും കൃത്യമായി പ്രതിരോധ മരുന്ന് കഴിക്കുക. വിഷ്ണു മരുന്ന് കഴിക്കുന്നതിനോടൊപ്പം തന്നെ അവർ 3 മാസം പ്രതിരോധ മരുന്ന് കഴിച്ചാൽ ഈ അണുബാധ മാറാവുന്നതേ ഉള്ളൂ. പേടിക്കാനൊന്നുമില്ല കേട്ടോ.
വിട്ടുകൊടുക്കാൻ തയ്യാറല്ല എന്ന് ഉറക്കെ വിളിച്ചു പറയുന്നിടത്താണ് നമുക്ക് കയ്യടികളോടെ സ്വാഗതം ചെയ്യാം ഈ വർഷത്തെ കലാതിലകം, നമ്മുടെ സ്കൂളിന്റെ അഭിമാനം കുമാരി കൺമണി വിഷ്ണുവിനെ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, എൻ്റെ നേട്ടത്തിന് കാരണക്കാരായ എല്ലാവർക്കും ഞാൻ ഒറ്റ വാക്കിൽ നന്ദി രേഖപ്പെടുത്തുന്നു. എനിക്ക് കഴിഞ്ഞ തവണ സംസ്ഥാന കലോത്സവത്തിൽ പങ്കെടുക്കാൻ കഴിയാതിരുന്നത് എൻ്റെ അച്ഛന് ക്ഷയരോഗം വന്നതുകൊണ്ടാണ്. ചുമ്മാ തള്ളിക്കളയേണ്ട ഒരു അസുഖമല്ല ക്ഷയരോഗം. 6 മാസം മുഴുവൻ കോഴ്സ് മരുന്ന് കഴിക്കുകയും അതിനൊപ്പം പോഷകാഹാരം കൂടി കഴിച്ചാൽ മാത്രമേ ഈ അസുഖത്തെ പൂർണ്ണമായി മാറ്റിയെടുക്കാൻ കഴിയൂ. നമ്മുടെ കൂടെയുള്ളവർ മാനസികവും ശാരീരികവുമായി ആരോഗ്യത്തോടെ ഇരുന്നാൽ മാത്രമേ അവർക്ക് നമ്മുടെ സ്വപ്നങ്ങൾക്കൊപ്പം സഞ്ചരിക്കാൻ പറ്റൂ. ഞാൻ കലാതിലകമായിട്ടുണ്ടെങ്കിൽ അതിന് പ്രധാന കാരണം എൻ്റെ അച്ഛൻ എൻ്റെ കൂടെ കട്ടയ്ക്ക് നിന്നതുകൊണ്ടാണ്. കൺമണിയുടെ അഭ്യർത്ഥന പ്രകാരം TV ചാമ്പ്യനായ വിഷ്ണുവിനെ സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, എൻ്റെ അനുഭവത്തിൽ നിന്നും എനിക്ക് ഒന്നേ പറയാം. നിങ്ങളുടെ വീട്ടിലും ഇതുപോലെ ആർക്കെങ്കിലും വിട്ടുമാറാത്ത ചുമയോ പനിയോ ശരീരഭാരം കുറയുകയോ കാണുകയാണെങ്കിൽ അവരെത്രയും പെട്ടെന്ന് ഡോക്ടറെ കാണിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ അവരെയും നമ്മുടെ നാടിനെയും ക്ഷയരോഗത്തിൽ നിന്ന് രക്ഷിക്കാൻ പറ്റൂ. എനിക്ക് ഈ അസുഖത്തെ അതിജീവിക്കാൻ സാധിച്ചത് എൻ്റെ മകൾ ചിരാത് എന്ന മികച്ച പരിപാടിയിൽ പങ്കെടുത്തതുകൊണ്ട് മാത്രമാണ്. എല്ലാവർക്കും അത് സാധിക്കട്ടെ, എല്ലാവർക്കും അത് സാധിക്കട്ടെ. ഒരുപാട് നന്ദിയുണ്ട് ടീച്ചർ. അത് പറയാതെ പോയ നന്ദികളായി പോകും. നന്ദി പറയേണ്ടത് ഞങ്ങളോടല്ല, ചിരാതിനോടും എറണാകുളം ജില്ലാ ആരോഗ്യ വകുപ്പിനോടും പിന്നെ പൊതുവിദ്യാഭ്യാസ വകുപ്പിനോടുമാണ്.